ഇതാണ് നമ്മുടെ ജംപ് സ്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു യോക്ക് ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്യണത്. ഇങ്ങനെ ഡബിൾ ഫോൾഡ് നമ്മൾ ഇതിനൊരു ലൈനിങ് ഇടും. ലൈനിങ്ങും നല്ല തുണി എല്ലാം സെയിം മെറ്റീരിയൽ തന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 2 പീസ് എടുത്തിട്ടുണ്ട്. 2 പീസ് തുണി ഇങ്ങനെ നടുമടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇത് മൊത്തത്തിൽ 4 പീസ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഡ്രസ്സിൻ്റെ ബോഡി പോർഷൻ യോക്ക് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യണത്. 4.5 ഇഞ്ചാണ് അതിൻ്റെ ഇറക്കം. അതിൽ കൂടെ പ്ലസ് ഒന്നും കൂടെ 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ച് ഇവിടെയും നമ്മൾ തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് മൊത്തം 5.5 ഇഞ്ച് ഇറക്കവും. ഇവിടെ നമ്മൾ ആ കാണിച്ച ഡ്രസ്സിന് 5 ഇഞ്ചാണ് നമ്മുടെ വണ്ണം വരുന്നുള്ളൂ. ടോട്ടൽ 10ഉം പ്ലസ് 1 ഇഞ്ച് ഫ്രില്ലാണ്. അപ്പുറത്തെ സൈഡിൽ 1 ഇഞ്ച്, ഇപ്പുറത്തെ സൈഡിലും 1 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 11 ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം. അപ്പോൾ 5 ഇഞ്ചും തയ്ച്ചു പോകാൻ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ ഒരു സ്ക്വയർ നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുക. ആ സ്ക്വയറിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനെ യോജിപ്പിച്ചൊരു റൗണ്ട് വരയ്ക്കുക. വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ കട്ട് ചെയ്യാണ്. സിമ്പിളായിട്ടുള്ളൊരു കട്ടിങ്ങാണ്. ഞാൻ നിവർത്തി വെച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഡ്രസ്സിൻ്റെ യോക്ക്. ഇത് ഡബിൾ ഉണ്ട്. ഇത് നമ്മൾ അടിച്ച് മറച്ചെടുക്കും. ഫ്രണ്ട് സെയിം തന്നെ, ബാക്കിലേക്ക് ഒരു പീസ്. ഇതും ഡബിളാണ്. നമുക്ക് വേറെ ലൈനിങ് കൊടുക്കണമെങ്കിൽ വേറെ ലൈനിങ് കൊടുക്കാം, സെയിം തുണി തന്നെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി ഇതിന് ചുറ്റും ഒരു ഫ്രില്ലുണ്ട്. ഫ്രില്ല് ഞാൻ വേറൊരു കളറാണ്, അതായത് താഴെ വരുന്ന ഡ്രസ്സിൻ്റെ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്യുക, സൈഡ് അടിച്ച് ഇത് ഫ്രില്ലാക്കുക. ഇതാണ് നമ്മളിവിടെ ചുറ്റും കൊടുക്കുന്ന ഫ്രില്ല്. അത് ഞാൻ തയ്ച്ച് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫ്രില്ലിനുള്ളൊരു തുണി. അപ്പോൾ നമ്മുടെ ബോഡി ഭാഗം കട്ടിങ് കഴിഞ്ഞു. ഇതാണ്, ഈ തുണി വെച്ചിട്ടാണ് നമ്മൾ താഴ്ഭാഗം കട്ട് ചെയ്യുന്നത്. അതും ഇതൊക്കെ എനിക്ക് കിട്ടുന്ന കട്ട് പീസുകളാണ് കേട്ടോ. ഇത് നോക്കണ്ട നിങ്ങൾ. ഇവിടെ ഫോൾഡിങ് വരണം. ഇവിടെ ഫോൾഡിങ് വരുന്ന രീതിയിൽ 2 പീസ്, 2 കാലിനുള്ള തുണിയാണിത്. 21 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത്. ഇവിടെ 21 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ തയ്ച്ചു പോകാനായിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂടുതൽ മാർക്ക് ചെയ്തു. ഇനി അരവണ്ണം നമ്മൾ 8.5 ഇഞ്ചാണ് വണ്ണം എടുക്കണത്. ആ 8.5 ഇഞ്ച് നമ്മൾ കുറച്ച് ഇറക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്ക്വയർ വരയ്ക്കുക. ഈ ഒരു ക്രോച്ചിൻ്റെ ഇറക്കം ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് തയ്ച്ചു പോകാനായിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത സെയിം തന്നെ ഇങ്ങോട്ടും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് ക്രോച്ചിൻ്റെ ഇറക്കം 11 ഇഞ്ച്, 11 ഇഞ്ചിലൊരു വരച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ 8.5 അടയാളപ്പെടുത്തി, അതുപോലെ ഒരു 8.5 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. ഈ ക്രോച്ചിൻ്റെ അവിടുത്തെ വണ്ണം നമുക്ക് മൊത്തത്തിലൊരു 10.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതായത് 2 ഇഞ്ചും കൂടെ ഇവിടെ ചേർത്ത് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേർവ് വരച്ചു കൊടുക്കുക. മനസ്സിലായി ഉണ്ടാവും അല്ലേ? ഇനി 21 ഇഞ്ചാണ് ഇറക്കം. ഇറക്കത്തിൽ നമ്മളിവിടെ ഒരു മാർക്ക് ഇട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 7.5 ഇഞ്ച് വണ്ണം എടുക്കുന്നുണ്ട്. ഈ പോയിന്റിൽ നിന്ന് കേർവായിട്ട് ചെറുതായിട്ടൊരു കേർവ് ഇട്ടിട്ട് ഈ 7.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് എന്തായാലും നമ്മളൊരു 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. കാരണം കാലിൻ്റെ അടിയിലൊരു ഫ്രില്ലുണ്ട്, അത് തയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടി നിങ്ങൾ 2 ഇഞ്ച് ഇറക്കം കൂടുതൽ എടുത്താൽ മതി. അപ്പം നമ്മൾ ഈ 2 ഇഞ്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ
ഇങ്ങനെയാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ മാർക്ക് ചരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറയാം. 8.5 ഇഞ്ച് അരവണ്ണം, ആ 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. പ്ലസ് 2 ഇഞ്ചും കൂടെ ക്രോച്ചിന് വീതി കൂട്ടിയെടുക്കുക. കാലിൻ്റെ അടിവശം 7.5 ഇഞ്ച് എടുക്കുക. താഴോട്ട് 2 ഇഞ്ച് ഇറക്കം കൂടുതലെടുക്കുക. ഇവിടെ നിന്നൊരു ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ, അപ്പം നമ്മൾ ഫോട്ടോയിൽ കാണിച്ച പോലെ ഇതാണ് യോക്ക് പോർഷൻ. യോക്ക് ഇത് നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചോണം. ഇത് താഴേക്കുള്ള പാൻറ്റിൻ്റെ ഭാഗം. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ വരും. നമ്മുടെ ഡ്രസ്സ് ഇവിടെയാണ് വരുന്നത്. ഇതിനൊരു ഫ്രില്ലുമായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് 2 വള്ളിയുണ്ട്. ആ വള്ളിക്കുള്ള ഒരു തുണിയും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ് തുടങ്ങാം. കെട്ടുന്ന വള്ളിക്ക് വേണ്ടിയിട്ട് ഒരു 4 ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വലിപ്പത്തിനൊന്നും ഒരു 10 ഇഞ്ച് നീളം, വീതിക്കൊന്നും പ്രാധാന്യമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അത് വെറുതെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു വള്ളി ഉണ്ടാക്കും. അപ്പോൾ 4 വള്ളി നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രില്ലിനുള്ള തുണി നമ്മൾ ഒരു സൈഡ് എത്ര ചെറുതാക്കാൻ പറ്റണോ അത്ര ചെറുതാക്കിയിട്ട് നമ്മൾ 2 പ്രാവശ്യം അരികു മടക്കിയടിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രില്ലിനുള്ള തുണിയുടെ ഒരു സൈഡ് ഞാൻ പറഞ്ഞില്ലേ എത്രയും ചെറുതാക്കാൻ പറ്റണോ അത്രയും ചെറുതാക്കി അരികു മടക്കിയടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ തുടക്കക്കാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഇത്രയും വിശദീകരിച്ച് പറയണത്. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ടിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ആ 2 തുണിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കിത് അടിച്ച് മറയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്തു. അതിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. ഇത് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നമ്മുടെ വള്ളിയുടെ ഗ്യാപ്പ് 4 ഇഞ്ചാണ് വേണ്ടത്. അതായത് ഇതാ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒരു കട്ട് കൊടുക്കാം. അവിടെ ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ നിവർത്തി വയ്ക്കുമ്പോൾ 4 ഇഞ്ച്. ആ ഞാൻ ഈ വെട്ടിട്ട് കൊടുത്താണ് നമ്മുടെ വള്ളി കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ യോജിപ്പിക്കുമ്പോൾ ഫ്രില്ലും ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഫ്രില്ല് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എളുപ്പവഴി പറഞ്ഞുതരാം. ഒരു തുണിയുമ ആദ്യം ഈ ഫ്രില്ല് വെച്ച് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ ഒരു തുണിയുമ്പോൾ ഇങ്ങനെ ആദ്യം ഇത് വെച്ച് തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത തുണി ഇതിൽ വെച്ചിട്ട് ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയെടുത്തിട്ടുണ്ട്. ആ 1/2 ഇഞ്ച് ഇങ്ങനെ തയ്ച്ച് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ വെട്ടിട്ട് കൊടുത്ത് എത്തുമ്പോൾ നമ്മുടെ വള്ളിയും കൂടെ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ തുണി കൊണ്ട് കവർ ചെയ്ത് മറിച്ചെടുക്കാം. ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഫ്രില്ല് ചെയ്ത് വന്നപ്പോൾ തുണി കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രില്ലിന് നമുക്ക് 1 ഇഞ്ച് വീതി നമുക്ക് എന്തായാലും കിട്ടണം. 1 ഇഞ്ച് കിട്ടണം. എൻ്റെ തുണി കുറച്ച് കുറവായിരുന്നതുകൊണ്ട് എനിക്കിവിടെ സ്ഥലം കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിനാണെങ്കിൽ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ഇഞ്ചിലേക്ക് തന്നെ ഇങ്ങനെ നീക്കി വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ കൂടെ തന്നെ തയ്ച്ച് പോകണം കേട്ടോ. കാരണം ഈ ഗ്രീൻ തുണിക്ക് നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് തയ്ച്ച് പോകാനായിട്ട്. അപ്പോൾ ആ 1/2 ഇഞ്ചിൽ കൂടെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യണത്. അല്ലെങ്കിൽ മോൾ ഭാഗം ഭയങ്കര വലുതായി പോകും.
നമ്മൾ തുണിയുമ്പോൾ ആദ്യം തന്നെ ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഈ ഫ്രില്ല് ഇതുമ്പോൾ പിടിപ്പിച്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് ഞാൻ 2 വെട്ടിട്ടുണ്ടായിരുന്നില്ല മുമ്പ്, അവിടെ നമ്മുടെ വള്ളി കൂടെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മേലെ കൂടെ ഇവിടെ ഇപ്പോൾ ഇതാണ് തുണിയുടെ നല്ല സൈഡ്. അപ്പോൾ അവിടെ ഈ അടുത്ത പീസിൻ്റെ നല്ല ഭാഗം തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ മേലെ കൂടെ ഈ തുണിയും കൂടെ ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം നമ്മുടെ പണി കഴിഞ്ഞു, യോക്ക് ഭാഗം. ഇതേ സെയിം സ്റ്റിച്ചിങ് തന്നെ അടുത്ത പീസുമിലും ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ ഫ്രില്ല് വെക്കുക, അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ 4 ഇഞ്ച് ഗ്യാപ്പിൽ വള്ളിയും കൊടുക്കുക. ഈ ചെയ്ത അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ബോഡി ഭാഗം 2 പീസും ഞാൻ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ അരവണ്ണം. ഇനിയിപ്പോൾ നമ്മൾ ഇത് പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ താഴത്തേക്കുള്ള ഭാഗം എടുത്തിട്ട് ഈ ക്രോച്ചും തമ്മിൽ യോജിപ്പിക്കുക. അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ ഭാഗം എടുത്തു, ഇതാ ഒരു പീസിൽ നല്ല ഭാഗം വെച്ചു, അടുത്ത തുണിയുടെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഈ ക്രോച്ച് ഏരിയ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഈ സൈഡും അടിക്കുക, ഇവിടെ 1/2 ഇഞ്ച് അടിക്കുക. അപ്പോൾ നമ്മുടെ ഈ ക്രോച്ച് ഏരിയ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മറിച്ചെടുക്കുക. മറിക്കുമ്പോൾ ഈ യോജിപ്പിച്ച ഭാഗം സെൻറ്ററാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഇത് പാൻറ്റിൻ്റെ പോലെയായി. ഇനി ഇവിടെയാണ് നമ്മൾ ഈ ബോഡി, ഇത് നമ്മൾ ഇവിടെയാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം നമുക്ക് ഇത്രയും ഏരിയ സ്പേസ് കൂടുതലുണ്ട്. നമ്മൾ ഈ ഫ്ലീറ്റിൻ്റെ അവിടെ വരെ അറ്റം വരെ ഇതുമ്മ യോജിപ്പിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ യോജിപ്പിച്ചാൽ ഇത്രയും സ്ഥലം കൂടുതലുണ്ട്. ഈ കൂടുതൽ വരുന്ന സ്ഥലമാണ് നമ്മളിവിടെ ഒരു ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണത്. ഇവിടെ ഇങ്ങനെ നമ്മളൊരു ഫ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇത് ഈ ഫ്രില്ല് ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം വരണം. കണ്ടോ, ഇങ്ങനെ ഇവിടെ ഒരു ഫ്ലീറ്റ് ഇടുക, ഇവിടെയും നമ്മളൊരു ഫ്ലീറ്റ് ഇടുക. 4 മടക്കിയിട്ട് നമ്മൾ അളന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 8.25 ഉണ്ട്. അപ്പോൾ 4.1 സെൻറ്ററിലാണ് നമ്മൾ ഫ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ ഫ്ലീറ്റിന് ആവശ്യമുള്ള തുണി ഇപ്പുറത്തുനിന്ന് ഈക്വലായിട്ട് എടുക്കണം. ഇതും നമ്മൾ വരണം ഫോൾഡ് ചെയ്യുക, അളവ് നോക്കാൻ എളുപ്പത്തിന്. ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് 2.25 ഇഞ്ച് നമുക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 1.1 ഇപ്പുറത്തേക്കും 1.1 ഇപ്പുറത്തേക്കും 2.25 ഇഞ്ച് ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ ഫ്ലീറ്റാക്കി ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇത് നമ്മളൊരു വെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പമായി. അപ്പോൾ ഡയറക്റ്റ് അടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു ഫ്ലീറ്റ് അതിവിടെ നമുക്ക് സെറ്റാക്കി വെക്കാം. അപ്പം ഒരുപോലെ മടക്കണം. ഈ ഭാഗത്ത് ഫ്ലീറ്റ് ഇങ്ങോട്ടാണ് മടക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ് ഇട്ടാൽ ഇവിടെ വരുമ്പോൾ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടണം. ഒരുപോലെ ആയിരിക്കണം. അതായത് ഈ ഫ്ലീറ്റ് ഇങ്ങോട്ടാണ് നിൽക്കണമെങ്കിൽ ഈ ഫ്ലീറ്റ് ഇങ്ങോട്ട്, അങ്ങനെ 4 ഫ്ലീറ്റും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ആദ്യം.
അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ 4 ഫ്ലീറ്റും അടിച്ചു വെച്ചു. കണ്ടോ, ഇതാണ് ഫ്ലീറ്റ്. ഇവിടെ ഒരുപോലെ 4 സൈഡിൽ നമ്മൾ ഫ്ലീറ്റ് ആദ്യം തന്നെ അടിച്ച് സെറ്റാക്കി വെച്ചു. ഇപ്പം നമ്മുടെ അരവണ്ണം നല്ല കറക്റ്റായി. ഇനി നമുക്ക് ബോഡി ഇതിൽ അരയിൽ യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ സെൻറ്റർ മടക്കി പിടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു വെട്ടിട്ട് കൊടുക്കുക. 2 സൈഡിൽ ഇങ്ങനെ ഒരു വെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല ഭാഗത്താണ് ഇതിൻ്റെ നല്ല ഭാഗം വയ്ക്കേണ്ടത്. ഇതിൻ്റെ നല്ല ഭാഗം എങ്ങനെയാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളി ഉള്ളിലേക്ക് നിൽക്കണം, ഫ്രില്ല് പുറത്തേക്ക് നിൽക്കണം. അപ്പോൾ ഈ ഫ്രില്ല് പുറത്ത് നിൽക്കുന്നതാണ് ഇതിൻ്റെ നല്ല സൈഡ്. അപ്പോൾ ഈ നല്ല സൈഡ് ഇതിൻ്റെ നല്ല സൈഡിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സൈഡിൽ ഒരു വെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൈഡ്, ഇതാണ് നമ്മുടെ സൈഡ് വരുന്നത്. അപ്പോൾ സൈഡിൽ കറക്റ്റ് ഫ്രില്ലാണ് ഇവിടെ നിന്ന് തുടങ്ങേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇവിടെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ഇവിടുത്തെ സൈഡ് വിട്ടിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ സൈഡ്. ഈ ഫ്രില്ല് നമ്മുടെ ഈ സൈഡിൽ, അതായത് പകുതി ഭാഗത്ത് ഈ ബോഡി കറക്റ്റ് ഇവിടെ വന്ന് അവസാനിക്കണം. അവിടെ തന്നെ നമ്മൾ നെക്സ്റ്റ് ബോഡി ഇവിടെ തന്നെ തുടങ്ങണം. ഇതിൻ്റെ നല്ല ഭാഗം, അതായത് ഈ വള്ളി നിൽക്കുന്നതാണ് ഉൾഭാഗം, ഫ്രില്ല് മാത്രം നിൽക്കുന്നത് നല്ല ഭാഗം. അപ്പോൾ ഈ നല്ല ഭാഗമാണ് നമ്മളിവിടെ ചേർത്ത് വയ്ക്കുന്നത്. ഇങ്ങനെ വരും കേട്ടോ. സൈഡിൽ കണ്ടോ, ഇങ്ങനെ ഫ്രില്ലാണ് നിൽക്കുക അപ്പുറത്തും. ഇനി അത് കറക്റ്റ് നമ്മുടെ ബാക്കി ഭാഗത്തേക്ക് ഇത് നല്ല കറക്റ്റ് അളവായിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ കണ്ടോ, നമ്മൾ തയ്ച്ചു വന്നപ്പോൾ ഇവിടെ കറക്റ്റായി. ഞാനത് മറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒട്ടും ഗ്യാപ്പ് വരരുത്. ഫ്രില്ലിന് മാത്രമേ ഗ്യാപ്പുള്ളൂ, അരയിൽ ഗ്യാപ്പില്ല. കണ്ട, കറക്റ്റ് നമ്മുടെ അരവണ്ണം കറക്റ്റായി. അപ്പോൾ ഈ ഭാഗം നമ്മുടെ ഇത് പണി കഴിഞ്ഞു. അപ്പോൾ ഈ അരയിൽ യോജിപ്പിച്ചെടുത്ത് നമ്മളത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഓവർലോക്ക് ഉണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ അരഭാഗം യോജിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കാലിൻ്റെ അടിയിലുള്ള ഭാഗം, ഇനി കാലിൻ്റെ അടിവശം മാത്രമേ തയ്ക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് ഫിനിഷ് ആവും. ഇത് ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഞാനിപ്പോൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. പെട്ടെന്ന് തയ്ച്ചു കഴിയുന്ന ഡ്രസ്സാണ്. ഇനി നമ്മൾ കാലിൻ്റെ അടിവശം എടുത്തു, ഉൾഭാഗം എടുത്തു. ഉൾഭാഗത്ത് നമ്മൾ വെട്ടുമ്പോൾ തന്നെ എന്താ ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ. നമ്മൾ ഇറക്കം 21 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു 2 ഇഞ്ച് 2.1 കുഴപ്പമില്ല, 2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 4 ഇഞ്ച് മടക്കുക. 2 കാലിൻ്റെ അടിവശം ഇതുപോലെ 4 ഇഞ്ച് വെച്ച് മടക്കുക. നമ്മൾ 2 ഇഞ്ച് വിട്ടതിൽ 4 ഇഞ്ചിൽ നമ്മളൊരു മടക്കി. ഇനി നമുക്ക് ബാക്കി 1.25 ഇഞ്ച് ബാക്കിയുണ്ട്. അതാണ് ഈ 1.25 ഇഞ്ച് നമുക്കിവിടെ ബാക്കിയുണ്ട്. ഈ 1.25 ഇഞ്ചിൽ നമ്മൾ അടുത്ത മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് നിങ്ങൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക.
1/4 ഇഞ്ച് ആദ്യം മടക്കി, ബാക്കി 1.25 ഇഞ്ച് മടക്കി, അങ്ങനെ 2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുത്തത് മടക്കി കഴിഞ്ഞു. ഇനി നമ്മൾ 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇടുന്നത്. ഇവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇടാൻ വേണ്ടി നമ്മളിത് ഇത്രയ്ക്ക് വീതിയിൽ ഒരു സ്റ്റിച്ചും കൂടി ഇവിടെ കൊടുക്കുക. കണ്ടോ, നമ്മൾ അടിച്ചത് വിട്ടിട്ട് ഇത്രയും വീതിയിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്നൊരു ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം അങ്ങനെ ഫ്രില്ലായിട്ട് നിൽക്കും. ആ 1/4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. ഞാൻ എടുക്കുന്നത് 10 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ഗ്യാപ്പ് തയ്ച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഹോളിൽ കൂടെ നമ്മൾ ഈ എലാസ്റ്റിക് ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഗ്യാപ്പിൽ കൂടെ നമ്മൾ എലാസ്റ്റിക് ഇട്ടു, എലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ ഈ എലാസ്റ്റിക് 9 ഇഞ്ചൊക്കെ മതി, 10 ഇഞ്ച് എടുത്തപ്പോൾ അര ഇഞ്ച് ഇവിടുന്ന് തയ്ച്ചു പോകണം. അപ്പോൾ ഇവിടെ നമ്മളൊരു അര ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പിട്ടിട്ട് ഈ ഒരു ജോയിൻ്റ് കൂട്ടിയിടിക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇതോടെ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാ കാലുമ്പോൾ ഒരു ഫ്രില്ലായി, എലാസ്റ്റിക് ഇട്ടപ്പോൾ അത് ഫ്രില്ലായി. ഇവിടെ ജോയിൻ്റാണ്. ഇത് 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കുള്ള ജംസ്യൂട്ടാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ ഇതുപോലെ ഏതെങ്കിലും ഡ്രസ്സുകളുടെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് എഫോദ് എന്ന് പറഞ്ഞൊരു ടൈലറിങ് കടയാണ് പറവട്ടാനിൽ. നല്ല തിരക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ചാനലിൽ പുതിയ വീഡിയോകളൊക്കെ ഇടാൻ കുറച്ച് വൈകിയത്. സമയക്കുറവ് മൂലമാണ്. പരമാവധി ഞാൻ പുതിയ ഡ്രസ്സുകളുടെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും.